ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മുടെ പോസ്റ്റ് മൗര്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന ആരുടെ പേരായിരിക്കും? ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലേ? നിങ്ങൾക്കറിയാലോ, രാജാവ് ചന്ദ്രഗുപ്ത മൗര്യ രാജാവ്. അദ്ദേഹത്തിന്റെ സമയത്തല്ലേ നമ്മുടെ മെഗസ്തനീസ് നമ്മുടെ ഇന്ത്യയിൽ വന്നതും. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഇമ്പോർട്ടൻസ് ലിറ്ററേച്ചറും അന്നത്തെ കൾച്ചറും പോളിറ്റി, എക്കണോമിക്, സോഷ്യലി എല്ലാവിധ മേഖലകളെ പറ്റിയും കറക്റ്റ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ അദ്ദേഹം. എന്തായിരുന്നു ഇതിന്റെ പേര്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ടാവണം. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക. അതെപ്പോഴും ഈ നമ്മുടെ ചേരുമ്പടി ചേർക്കാന്നൊക്കെ പണ്ടൊക്കെ പറയും. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ പേര് തരും. ഇപ്പുറത്തെ ബുക്കിന്റെ പേര് തരും. കൗടില്യ അർത്ഥശാസ്ത്ര. കൗടില്യനെ മറന്നു പോകരുത്. അർത്ഥശാസ്ത്ര എഴുതിയ ആളാണ് കൗടില്യൻ. കാളിദാസനെ നേരെ എന്ത് എഴുതണം? രാമായണ എന്ന് എഴുതണം. വ്യാസനെ നേരെ എന്ത് എഴുതണം? മഹാഭാരത എന്ന് എഴുതണം. മെഗസ്തനീസിനെ നേരെ എന്ത് എഴുതണം? ഇന്ത്യക്ക എന്ന് എഴുതണം. അതൊക്കെ എന്തായിട്ട് വരും? നമ്മുടെ ഇതായിട്ട് ചേരുമ്പടി ചേർക്കാനൊക്കെ വരും. കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. 6 or 8 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് എന്തിനാ പറഞ്ഞത്? മൗര്യൻ. നമ്മുടെ ഹെഡിങ് എന്താണ്? പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്. അതായത് മൗര്യ കാലഘട്ടത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമുക്ക് പറയാൻ ഉള്ള ഒരാൾ മെഗസ്തനീസ് ആണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യക്ക എന്നുള്ള വലിയ ബുക്കിലാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. അദ്ദേഹം കണ്ടത്, അദ്ദേഹം ജസ്റ്റ് ഒരു സഞ്ചാരിയായിരുന്നു, ഒരു സ്കോളറാണ്, ഒരു ട്രാവലറാണ്. അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് എല്ലാം കാണുന്ന ഒരു ഗവേഷണമൊക്കെ നടത്തുന്ന ഒരാളാണ് മെഗസ്തനീസ്. നല്ലൊരു സഞ്ചാരിയാണ് നമ്മുടെ മെഗസ്തനീസ്. ഒരുവിധം ലോകമെമ്പാടും സഞ്ചരിച്ച് പല കാര്യങ്ങളും റിക്കാർഡിക്കലി എഴുതി വെച്ചിട്ട് മറ്റുള്ള തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഫിലോസഫറും കൂടിയാണ് നമ്മുടെ മെഗസ്തനീസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇന്ത്യക്കയിലാണ് നമ്മുടെ ഈ സംഭവം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞത് അല്ലേ? മൗര്യൻ ഡെവലപ്മെന്റ്. ഓക്കെ, അതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോർത്ത് ഇന്ത്യയിലാണ്. എന്താണ് അതിന്റെ നമ്മുടെ മൗര്യ കാലഘട്ടത്തിലുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് നമുക്ക് നോക്കാം. In this chapter you read about the Mauryan Empire which is spread over a large part of Indian subcontinent, also included കാണ്ഡഹാർ ഇൻ മോഡേൺ അഫ്ഗാനിസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ അല്ലെ കാണ്ഡഹാർ എന്ന സ്ഥലവും ഉൾപ്പെട്ടിരുന്ന ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ മൗര്യ കാലഘട്ടം സ്പ്രെഡ് ചെയ്തിരുന്നത്. The Mauryan Empire is its and the present section we shall study about the political and cultural development in Mauryan Empire. അതായത് മൗര്യൻ കാലഘട്ടത്തിലെ പൊളിറ്റിക്കലി, രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാം. We shall study about the political and cultural development in Indian subcontinent from the end of Mauryas in the Gupta and 500 years. We are only rise of multiple political power in the different parts of subcontinent, but also introduction and new features of architecture and religion. എന്താണ്? കല, സാഹിത്യം, മതം, ആർട്ടും ആർക്കിടെക്ചറും ആൻഡ് റിലീജിയൻ. ആർക്കിടെക്ചർ മീൻസ് നല്ല അടിപൊളി കലാപാരമ്പര്യമുള്ള. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഈ മൗര്യ കാലഘട്ടത്തിൽ നടന്നിരുന്ന മറ്റൊരു മഹാരാജാവായിരുന്നു ഗുപ്ത കാലഘട്ടം. അനലൈസ് ചെയ്തിട്ട് ഇതിൽ ഗുപ്തകാലത്ത് വല്ലാതെ പറയുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? മൗര്യാസ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നമുക്ക്. അതായത് നമ്മുടെ മൗര്യൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഇതിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്കണോമിക് ലൈഫും സോഷ്യൽ ലൈഫും അവരുടെ ഇൻകം, അങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്നൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇതില് the Mauryan Empire led to the rise of many regional kingdoms in different parts of country. At the same time witnessed invasion of various groups of people based on Central Asia and Western Asia. അപ്പോൾ സെൻട്രൽ ഏഷ്യൻ വെസ്റ്റേൺ ഏഷ്യ പലരും നമ്മുടെ ഇന്ത്യയായിട്ടും ഇവർക്ക് കടന്നുകയറ്റം ഉണ്ടെങ്കിലും ഈ നോർത്ത് ഭാഗത്ത് പൊളിറ്റിക്കൽ നമ്മൾ പറയും രാഷ്ട്രീയ ചരിത്രങ്ങളാണ്. പൊളിറ്റിക്കലി എന്താണ് സേഫായി നിലനിർത്താൻ അത്രയും ധൈര്യവും തൻ്റെയും ആത്മവിശ്വാസമുള്ള രാജാവായിരുന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തെ പെട്ടെന്ന് ആർക്കും എന്ത് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ അത് തടഞ്ഞു നിർത്താനും ഈ ഒരു രാജ്യഭരണം അർത്ഥസുന്ദരമായും ജനങ്ങൾക്ക് നല്ല കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്ത് ജീവിപ്പിക്കാനും എല്ലാവരും നോക്കാനൊക്കെ തൻ്റെ ഒരു ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യൻ. ഓക്കെ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോഴും ചരിത്രത്തിലെ സുവർണ്ണ താളുകളിൽ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു പേരായി മാറിയത്. അപ്പോൾ ഇന്ന് ആരാണ് ഈ ശുംഗാസ്? The last Mauryan king was killed by commander-in-chief of Pushyamitra Shunga. When they established his own dynasty in North India, it came known as
ശുംഗ ഡൈനാസ്റ്റി. മൗര്യ കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ഡൈനാസ്റ്റിന്റെ പേരാണ് ശുംഗ ഡൈനാസ്റ്റി. മീൻസ് ഇവിടെ എഴുതിന് കേട്ടോ. ശുംഗ while the Shungas were ruled in north in the Indo-Greece as known as യവനാസ്. ഇൻഡോ ഗ്രീക്സിൽ ഇതുവരെ അറിയപ്പെടുന്നത് യവനന്മാർ എന്നാണ് അല്ലെ, ഗ്രീക്കിൽ യവനന്മാർ. അബൌട്ട് whole we shall study some detail later. Emerged the independence of our soon started extending their rule in of north part of India. ഈ നോർത്ത് വെസ്റ്റേൺ, നോർത്ത് നിന്ന് അവരെങ്ങോട്ട് ജസ്റ്റ് പാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. അതായത് അന്നൊക്കെ എങ്ങനെയാണ് രാജ്യം പിടിച്ചടക്കല്, അയൽ രാജ്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കുന്ന സമയം ഈ നോർത്ത് നിന്ന് ഇവരെങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പൊളിറ്റിക്കൽ ഹിസ്റ്ററി മിസ് പറയുന്നത് നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ദ ബാക്ട്രിയൻ ഓഫ് ദ ഇൻഡോ ഗ്രീസ്. ഇൻഡോ ഗ്രീക്കിലെ ബാക്ട്രിയൻ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് അലക്സാണ്ടർ മെനി ഗ്രീക്സ് കെയിം സെയിം ഓഫ് ദ നോർത്തേൺ വെസ്റ്റേൺ ഇന്ത്യ ഓഫ് ബാക്ട്രിയ. അതായത് ഗ്രീക്കിൽ നിന്നും നമ്മൾ ഇവിടേക്ക് അറ്റാക്ക് ഉണ്ടായി. നമ്മളെ ഇന്ത്യ കീഴടക്കാൻ വന്ന ഗ്രീക്കുകാർ, ഈ ഗ്രീക്കിലെ ആൾക്കാർ, അയാളെ പേരാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അലക്സാണ്ടർ ഒരു സാമ്രാജ്യത്വ സ്വേച്ഛാധിപതിയായിരുന്നു അലക്സാണ്ടർ. അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ എന്താണ് അലക്സാണ്ടറിന് ഒരു ഇതുണ്ടല്ലോ, ഞാൻ കീഴടക്കും, ഞാൻ എന്താണോ അദ്ദേഹം അദ്ദേഹത്തിന് മോഹം തോന്നി ഏത് പ്രദേശം അദ്ദേഹം കീഴടക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇന്ത്യ, അതായത് നോർത്ത്. നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ പറയുമ്പോൾ ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലുള്ളതാണ് നമ്മുടെ മൗര്യ കാലഘട്ടം. ആ സമയത്താണ് ചന്ദ്രഗുപ്ത മൗര്യ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്യാൻ വന്നു. പക്ഷെ ആ സമയത്ത് ശുംഗ എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പൊ ഇവരെന്തേ കീഴടക്കാൻ പറ്റിയില്ല ഗ്രീക്കുകാർ. അപ്പൊ അവർ വന്ന ആളെ പേരാണ് എന്ത്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് അലക്സാണ്ടർ. അപ്പൊ ഇവർ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്ക് ആര് മരിച്ചിട്ടുണ്ട്, നമ്മുടെ അലക്സാണ്ടർ മരിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്രാജ്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായ അലക്സാണ്ടർ മരിച്ചു. അദ്ദേഹത്തിന് പിൻഗാമിയായ മെനി ഗ്രീക്സ് കെയിം ടു ഇതിൽ മെനി ഗ്രീക്സ് പലരും എന്നാ പറഞ്ഞത് കേട്ടോ. ചില ആൾക്കാർ, കൂടുതൽ ആൾക്കാരും വന്നു. കെയിം ടു സെറ്റിൽ ദ നോർത്തേൺ വെസ്റ്റേൺ ബോർഡർ ഓഫ് ഇന്ത്യ വിത്ത് ബാക്ട്രിയ. അപ്പൊ അലക്സാണ്ടർ ശേഷം ഒരാളെ പേരാണ് ബാക്ട്രിയ എന്ന് പറയുന്ന ഒരാളാണ്. ഗ്രീക്ക് വഴി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മളെ പിടിച്ചടക്കാമെന്ന ആളെ പേരാണ് ബാക്ട്രിയ. ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ഗ്രീക്ക് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് അലക്സാണ്ടർ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ഷാഗാസ്. ആരാണ് ഷാഗ? ഷാഗ ഇസ് ദ ഇന്ത്യൻ ടേം യൂസ്ഡ് ഫോർ ദ പീപ്പിൾ കോൾഡ് Scythians who originally belonged to Central Asia, defeated their neighbor of tribal stock, the Kushanas. Okay, next നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് Parthians and Kushana. The Parthians were Indian origin because they strong central connection with the Shagas. ഷാഗാസായി ബന്ധപ്പെട്ട വേറൊരു വിഭാഗമാണ് പാർത്യൻസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്, അതപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, എക്സാമിന് വരുന്നതാണ് കുശാനന്മാർ. ആരാണ് കുശാനാസ്? ഓക്കെ. കുശാനാസ് ഇതപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത്. കുശാനാസ്, കലിംഗ യുദ്ധമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കലിംഗ വാർ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാറാണ് കലിംഗ വാർ. അതിൽ കുശാനന്മാർക്ക്, കുശാനാസ് ഒറിജിനലി ബിലോങ് ദ വെസ്റ്റേൺ ചൈന. വെസ്റ്റേൺ ചൈനയിൽ നിന്നുമാണ് ആര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് യേച്ചി. ചൈനയിൽ പിന്നെ അങ്ങനത്തെ പേര് യൂഹി, കുഹു എന്നൊക്കെ അങ്ങനത്തെ ഹാഹി എന്നുള്ള വേർഡ് വേറൊരു പ്രൊനൗൺസിയേഷൻ ആണ് ചൈനയിൽ. അതേപോലെ അവർ ആദ്യം വിളിച്ചിരുന്നത് യേച്ചി എന്നാണ്. ശരിക്കും അവരെന്താണ്, വെസ്റ്റേൺ ചൈനക്കാരാണ്. അവരുടെ പേരാണ് ഒറിജിനലി അവർ വന്നത് ചൈനയാണെങ്കിലും ഇന്ത്യയിൽ അവരുടെ പേരെന്താണ്, കുശാനന്മാർ, കുശാനാസ്. The Kushanas after defeating Shaga and creating a big empire of Pakistan. കുശാന ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഷാഗ, ഇവരെ പരാജയപ്പെടുത്തി ഇവിടെ വിജയം കണ്ട ആൾക്കാരാണ് കുശാനന്മാർ. അവരെന്ത് ചെയ്തു, അവർ ഭയങ്കരമായിട്ടുള്ള ഭരണവും ഡെവലപ്മെന്റ് ഒക്കെ നടത്തി കുശാനന്മാർ. പ്രധാനപ്പെട്ട ഒരു കുശാന രാജാവായിരുന്നു ആര്, കനിഷ്കൻ. ദ റൂളർ ഓഫ് കനിഷ്ക. ഹി വാസ് ദ മോസ്റ്റ് ഫേമസ് ഓഫ് കുശാന. കുശാന മഹാരാജാവിന്റെ പേര് മറന്നു പോകരുത്, കനിഷ്ക. ഓക്കെ, കനിഷ്ക. കനിഷ്ക മഹാരാജിനെ പറ്റി ചിലപ്പോൾ എന്തൊക്കെയും എക്സാം ക്വസ്റ്റ്യന് വരും. കനിഷ്ക മഹാരാജാവ്, അദ്ദേഹം കുശാന എംപയർ റീച്ച് ദ മാക്സിമം ദ അണ്ടർ ഓഫ് കനിഷ്ക. അത് കുശാന മാക്സിമം ഡെവലപ്മെന്റിൽ എത്തിയ സമയമാണ് ദ റൂൾ ഓഫ് കുശാന. കനിഷ്ക അല്ല, ദ റോൾ ഓഫ് കനിഷ്ക. കനിഷ്ക ഈസ് ദ ഫേമസ് ഹിസ്റ്ററി ഗ്രേറ്റ് പാർട്ട് ഓഫ് ബുദ്ധിസം. കനിഷ്കന് ബുദ്ധിസത്തിന്റെ ഒരാളായിരുന്നു.
He convened the fourth Buddhist Council of Kushan